രാവിലെ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ICUവിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. ഈ തീപിടുത്തം ഉണ്ടായി ജനം പോകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതും ആ രംഗം ആ സന്ദർഭം മൊത്തത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിനെല്ലാം നടക്കുന്ന സമയത്ത് മാധ്യമങ്ങളെല്ലാം അലർട്ടാണ്. ഇന്നിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും അലർട്ടാണ്. ഈ സന്ദർഭത്തിൽ ഒരു ക്ലാരിഫിക്കേഷനുമായി ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, അവിടെ തന്നെ ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയണം, നിങ്ങളൊന്നും പറയുന്ന പോലെ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ ഇതിനെയൊന്നും കയറി അങ്ങ് വ്യാഖ്യാനിച്ച് കളയരുത് എന്നൊക്കെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നെന്ന് പറയുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീപിടുത്തം 5 രോഗികൾ മരിച്ചു എന്നാണ് കേൾക്കുന്നത്. രാഹുലെ, ഇത് ഈ പറയുന്ന പോലെ നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതും പലതും മൂടി വെക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഈ വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഇതിന് സർക്കാർ ഉത്തരം പറയേണ്ടി വരും, ആരോഗ്യമന്ത്രി ഉത്തരം പറയേണ്ടി വരും. ഇത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോ ബന്ധുക്കളാണ് കൃത്യമായിട്ട് ഇപ്പോ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് തീപിടുത്തത്തിൽ ICUവിൽ ഉണ്ടായിരുന്ന 5 പേർ മരണപ്പെടുന്നു. അവരുടെ ബന്ധുക്കളാണ് ഇപ്പൊ ആരോപണമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള 5 പേർ തീപിടുത്തത്തിലാണ് മരണപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിന് കൃത്യമായിട്ട് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് സർക്കാരാണ്, സർക്കാർ വകുപ്പുകളാണ്, ആശുപത്രിയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇലക്ഷൻ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ തീപിടുത്തത്തിൽ 5 പേർ, അതായത് സാധാരണപ്പെട്ട മനുഷ്യരാണ്, നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെങ്കിലും സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത്. അങ്ങനെ 5 പേർ മരണപ്പെട്ടു എന്നൊരു വാർത്ത വന്നു കഴിഞ്ഞാൽ അത് സർക്കാരിനെ പ്രതിരോധമായിട്ട് ബാധിക്കും, ആരോഗ്യ വകുപ്പിനെ അത് ബാധിക്കുമെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം സർക്കാരിന് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഈ വാർത്ത എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അതിന് സർക്കാർ മറുപടി പറയും. തീർച്ചയായിട്ടും അത് സർക്കാർ മറുപടി പറയേണ്ടത്. അത് അത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അല്ല രാഹുൽ, അത് കണ്ടില്ല? അന്നത്തെ ദിവസം നമ്മൾ കണ്ടതാണ്, ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, ജനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എന്നിട്ട് പെട്ടെന്നൊരു ഉദ്യോഗസ്ഥൻ വന്നാണ് ഈ ക്ലാരിഫിക്കേഷൻ നടത്തുന്നത്. മാർച്ച് 17 മൾട്ടി സ്പെഷ്യാലിറ്റി സർജിക്കൽ ബ്ലോക്കിലെ സർജറി ICUവിന്റെ വെന്റിലേറ്ററിനെ തീപിടിക്കുന്നത്. ഈ പറയുന്ന പോലെ ന്യൂറോ സർജൻ വിഭാഗത്തിലെ 33 രോഗികളെ തീപിടുത്തത്തെ തുടർന്ന് ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. അപ്പൊ എന്നിട്ട് ഇപ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ നെയ്യാറ്റിൻകര ഓയൂർ സ്വദേശികളുടെ ബന്ധുക്കളാണ് ഇത് പറയുന്നത്. ഈ പറയുന്ന രീതിയിൽ ഈ സംഭവത്തിന് കുറച്ച് പിറകിലേക്ക് നമ്മൾ സഞ്ചരിച്ചാൽ നമ്മുടെ മുന്നിൽ എത്ര തെളിവുകളുള്ള സംഭവങ്ങളുണ്ട്, പച്ചയായ തെളിവുകൾ. എന്നിട്ട് അതിനെല്ലാം നിസ്സാരമായിട്ട് മൂടി വെക്കുന്ന രീതിയിൽ സംസാരിക്കാൻ ഈ സർക്കാർ, എന്നിട്ട് അവരിപ്പം പ്രചരണമുണ്ട്. ആരോഗ്യ മേഖലയെ പറ്റി വലിയ വലിയ ആരോപണങ്ങളായിരുന്നു നേരത്തെ ഉന്നയിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, വീണ ജോർജിനെ കരിങ്കുടി കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവസാനം അവർ കുറെ നാടകങ്ങളൊക്കെ കളിച്ചു. ഇപ്പോഴെന്താ നാടകമല്ലേ കളിക്കുന്നത്? അവരെ KSUവിലെ കുട്ടികള് എന്താണെങ്കിലും ഇപ്പോ ഒരു സന്തോഷമുണ്ട്. അത് അവർക്ക് കഴുത്തിന് പരിക്കുകളൊന്നുമില്ല, കഴുത്തിന് ചിരിച്ച് കളിച്ച് കാണിച്ച് ചിരിക്കുമ്പോ കഴുത്തൊന്നും അനങ്ങുന്നില്ല. പക്ഷെ അവരുടെ അടുത്തേക്ക് കെട്ടിപ്പിടിക്കാൻ പോകുന്ന സഖാക്കൾ എന്ന ഒന്ന് ചിന്തിക്കണം. അടുത്ത് പോയി കെട്ടിപ്പിടിക്കുന്ന ഇടയ്ക്ക് വെച്ച് അവർക്ക് കഴുത്തിന് എന്തെങ്കിലും ഉളുക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കെതിരെ നാളെ നടപടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സഖാക്കന്മാരായതുകൊണ്ട് ആക്രമണ സ്വഭാവത്തിൽ വന്ന് കെട്ടിപ്പിടിക്കാൻ നോക്കി എന്നുള്ള രീതിയിൽ ചിലപ്പോൾ വകുപ്പുകൾ എടുത്തേക്കാം. എന്ത് തന്നെയാണെങ്കിലും ആരോഗ്യ മേഖല ഇത് ഇന്നലെയല്ല തുടങ്ങിയത്. ഡോക്ടർ ഹാരിസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്തിയതിന്റെ അന്ന് തൊട്ട് സിസ്റ്റം പാളിച്ചയാണ് സാർ. ഇത് സിസ്റ്റത്തിന്റെ പാളിച്ചയാണ്. സിസ്റ്റത്തിന്റെ പാളിച്ചെന്ന് ഒരു മന്ത്രിയാ പറയുന്നത്. ഒരു മന്ത്രിയാ പറയുന്നത്. രാവിലെ ഇതിൽ പറ്റിയിരിക്കുന്ന നെയ്യാറ്റിൻകര സ്വദേശിയായ സനീഷിനെ ബൈക്ക് അപകടത്തെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചത്. ഇത് തീപിടുത്തം ഉണ്ടായ ICUവിലായിരുന്നു സനീഷിനെ അഡ്മിറ്റ് ചെയ്തിരുന്നത്. എന്നിട്ട് സംഭവത്തിന്റെ അന്ന് രാവിലെ തന്നെ സനീഷിന് ഭക്ഷണം നൽകിയിരുന്നുവെന്നും പിറ്റേന്ന് മരണം സ്ഥിരീകരിച്ചുവെന്നാണ് കുടുംബം പറയുന്നത്. അപ്പൊ ആ കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശരിയായി വന്നതാണ്. അപ്പൊ ബ്രീത്തിങ്ങിൽ ഈ പറയുന്ന രീതിയിൽ വിഷം ICUവിൽ സ്വാഭാവികമായിട്ടും ICUവില് ഒരു തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്താണെങ്കിലും പുക വീഴും. അല്ല രാവിലെ, ഒരു രോഗിയെ ICUവിലാക്കുന്ന എന്തിനാ? മറ്റുള്ളങ്ങളിൽ നിന്ന് ഒരു കെയർ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ അവിടെ ഇത് കടന്നു ചെന്നതിന്റെ ഫലമായിട്ടല്ലേ ആ കുട്ടിയുടെ മരണം ഉണ്ടാകുന്നത്. അതെ, സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ആശുപത്രിയിൽ തീപിടുത്തം ഉണ്ടായി, സ്വാഭാവികമായിട്ട് സംഭവിച്ചാണ് നമുക്ക് വിലയിരുത്താം. അല്ലെങ്കിൽ ആശുപത്രിയുടെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായി. പക്ഷെ അത് മൂടി വെക്കുമ്പോഴല്ലേ അത് വീണ്ടും അതൊരു ക്രിമിനൽ കുറ്റമായിട്ട് മാറുന്നത്. അല്ല രാവിലെ, ഇത് മൂടി വെക്കുക എന്ന് പറഞ്ഞാൽ ഇത് സംഭവം നടന്നതിന്റെ അന്ന് തന്നെ ഇവർ എന്തൊക്കെയാണ് കാണിച്ചത്? ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഇപ്പൊ കൊല്ലത്തുനിന്ന് ഒരു ജ്യേഷ്ഠൻ വന്ന കഥ അറിയാമല്ലോ. അദ്ദേഹത്തിന് അവിടെ വെച്ച് നെഞ്ചുവേദന വന്ന് ആ ജ്യേഷ്ഠൻ അവിടെ നിന്ന് വണ്ടി പിടിച്ച് വരുന്ന മുമ്പ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് നൽകിയ വോയിസ് ക്ലിപ്പ് കേട്ടല്ലോ. ഇപ്പൊ ആ കേസ് എന്തായി? എന്നിട്ട് ഇവർ കൊടുത്ത ആ ആകെ മൊത്തമുള്ള റിപ്പോർട്ട് എന്തായിരുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഡോക്ടർ ഹാരിസ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് എക്യുപ്മെന്റ്സിന്റെ കാര്യത്തിൽ വലിയൊരു പരാതി പറയുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെ റിപ്പോർട്ട് സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. ആ റിപ്പോർട്ടിനെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നു? ആ റിപ്പോർട്ട് പൂഴ്ത്തി. അത് കറക്റ്റാണ്. അവര് ആ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. ആ ഡോക്ടർ കൊടുത്ത റിപ്പോർട്ടിൽ സത്യം ഉണ്ടായിരുന്നു. ആ സത്യം ഉണ്ടായതുകൊണ്ട് അത് പൂഴ്ത്തി.
അതായത് ഡോക്ടറുടെ ഈ ആരോപണങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു അന്വേഷണ സംഘത്തെ വെച്ചിട്ട് റിപ്പോർട്ട് തേടി. ആ റിപ്പോർട്ട് എന്നിട്ട് എന്ത് ചെയ്തു? ആര് പറഞ്ഞില്ല, ആ റിപ്പോർട്ട് പുറത്ത് വന്നെങ്കിലല്ലേ ഉള്ളൂ. റിപ്പോർട്ട് പുറത്ത് വരുന്നതിന് മുമ്പിട്ടേ പൂഴ്ത്തി. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആരോഗ്യമന്ത്രിയുടെയും ഈ ആരോഗ്യ മേഖലയുടെയും സിസ്റ്റത്തിന്റെ പാളിച്ചകൾ കൃത്യമായിട്ട് മുന്നിലേക്ക് വരും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമുക്കറിയാം, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആശ്രയിക്കുന്ന ഏറ്റവും വലിയൊരു മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അല്ല, ഞാനൊരു സംശയം ചോദിക്കുകയാണ്, രാഹുൽ ഈ മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ബന്ധുവിന് വേണ്ടിയെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ ഒരുപാട് തവണ പോയിട്ടുള്ളതാണ്. എന്റെ അച്ഛന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഞാൻ പോയിട്ടുള്ളതാണ്. അതെ, സ്വാഭാവികമായിട്ടും അവിടെ കിടന്നിട്ടുണ്ട്. എനിക്ക് അനുഭവമുണ്ട്, വളരെ തിക്താനുഭവങ്ങൾ എനിക്ക് ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന പോലെ സാധാരണക്കാരൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആശുപത്രിയാണ്. അല്ല, ഞാൻ അവിടെ കണ്ടിട്ടുള്ള സാധാരണപ്പെട്ട മനുഷ്യരുണ്ട്. അവർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് കിടക്കൊന്നും അല്ല, ഇൻഷുറൻസ് എന്ന് പറയുന്ന സർക്കാരിന്റെ ഏറ്റവും വലിയ കള്ളത്തരം, സർക്കാരിന്റെ ഏറ്റവും വലിയ പൊള്ളത്തരം. ഇവര് പറയുമല്ലോ, ഇത്ര 5 ലക്ഷം രൂപ സർക്കാർ നിങ്ങൾക്ക് തരുന്നുണ്ട് ഗ്രാൻഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇൻഷുറൻസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതിനു മുമ്പോട്ട് ഒരുപാട് ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഇൻഷുറൻസിന്റെ പേരിൽ ആളുകളെ പറ്റിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് സർക്കാർ തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആരോഗ്യ ഇൻഷുറൻസ് 1 രൂപ പോലും കാണത്തില്ല. അപ്പോഴേ അവർ പറയും, ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അത് എങ്ങനെ ഇല്ലാതാക്കാമോ അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും അതിൽ പൈസ കാണത്തില്ല. ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് ഒരാൾക്ക് കൊടുക്കുന്നതെങ്കിൽ 50,000 രൂപ മാത്രമേ അവർക്ക് എടുക്കാൻ കഴിയൂ. അവിടെ ഒരു രോഗി താമസിക്കുകയാണെങ്കിൽ രോഗിക്ക് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെളിയിൽ നിന്ന് പൈസ കൊടുത്ത് മരുന്ന് വാങ്ങിക്കണേ. അത് നമ്മുടെ ആ ഹാരിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ അവര് പറയും, സ്വാഭാവികമായിട്ടും നിങ്ങൾ വെളിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങൾക്ക് പൈസ അല്ലാതെ കൊടുത്താൽ മതി എന്ന് പറയും. അതായത് എഴുതി തരുന്നു. അങ്ങനൊന്നുമില്ല. സത്യത്തിൽ സർക്കാർ ആശുപത്രികൾ പറ്റിക്കാണ് ഈ ഇൻഷുറൻസിന്റെ കാര്യത്തിലാണെങ്കിലും. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലച്ചിൽ നമുക്കറിയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം ഒരു സ്ഥലത്താണെങ്കിൽ മറ്റേ സാധനം അങ്ങേ അറ്റത്തായിരിക്കും. ആരോരും ഇല്ലാതെ വരുന്ന സാധാരണപ്പെട്ട മനുഷ്യരുണ്ടല്ലോ. രാഹുൽ ഇപ്പൊ ഒറ്റയ്ക്കാണ് അച്ഛനെ കൊണ്ടുവന്നിരിക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് അനുഭവം രാഹുൽ, ഞാൻ ഈ പറയുന്ന പോലെ അല്ല. ഇപ്പൊ എനിക്ക് ആരോഗ്യസ്ഥിതി ഉണ്ട്, എനിക്ക് ഓക്കെയാണ്, എനിക്ക് നടക്കാൻ ഓക്കെയാണ്, എനിക്ക് ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് എന്ന് കണ്ടെത്തി പോകാൻ കഴിയും. ഇതറിയാത്ത ഒരാൾ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒന്ന് ഇവിടെ ആണെങ്കിൽ ഒന്ന് അങ്ങ് അല്ല. ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണപ്പെട്ട അച്ഛനമ്മമാരുണ്ട്, അതായത് മുതിർന്ന അച്ഛനമ്മമാര്, മക്കളൊക്കെ ചിലപ്പോൾ വിദേശത്തായിരിക്കും, ചിലപ്പോൾ ഓടിയെത്താൻ കഴിയത്തില്ല. പെട്ടെന്നാണ് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. അവിടെ അച്ഛന്റെ കൂടെ അമ്മയായിരിക്കും വരുന്നത്. ആ അമ്മയ്ക്ക് എവിടെ എങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. മരുന്ന് വാങ്ങിക്കാനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇൻഷുറൻസ് കാണും, ഇൻഷുറൻസ് കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തടുത്ത് പോയി പുതുക്കുക, അടുത്തടുത്ത് പോയി ഇങ്ങനെ 4-5 ഇടങ്ങളിലേക്ക് പോകണം. ഈ 4-5 ഇടങ്ങൾ എന്ന് പറയുന്നത് ആശുപത്രി മൊത്തം ചുറ്റിക്കാണേണ്ട ഒരു അവസ്ഥയാണ്. അതായത് നമ്മൾ ടൂർ പോകത്തില്ലേ, അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുഴുവൻ കാണാനുള്ള അവസരമാണ് ഇതിലൂടെ അവർ ഒരുക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ ചെല്ലുന്ന രാഹുൽ, ഇതിൽ രണ്ടാമത്തെ കേസ് വായിക്കാം. ആ പയ്യൻ ആ കുട്ടിക്ക് ശേഷം രണ്ടാമതുള്ളത് ഈ പറയുന്ന രീതിയിൽ ഓട്ടോറിക്ഷ അപകടത്തിന് പിന്നാലെ ഓയൂർ സ്വദേശി കൃഷ്ണൻകുട്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. കൃഷ്ണൻകുട്ടിയുടെ നില ഗുരുതരമാണെന്ന് കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ഐസിയുലാക്കുന്നത്. തീപിടുത്തം ഉണ്ടായതിന്റെ പിന്നിൽ മരണത്തിൽ ആശങ്കയുണ്ട്. കാര്യം ഈ പറയുന്ന ഐസിയുലാക്കിയ രോഗികളാണ് മരണപ്പെടുന്നത്. 5 പേരാണ് മരണപ്പെടുന്നത്. എന്നിട്ട് ആ വാർത്ത പുറലോകം അറിഞ്ഞു ഇല്ല. ഈ ബന്ധുക്കളുടെ ആരോപണം വന്ന ശേഷം ഇതിനിപ്പോ ഈ റിപ്പോർട്ട് തേടി പോകുമ്പോൾ അതിൽ എന്തായിരിക്കും ഇവരുടെ ക്ലാരിഫിക്കേഷൻ വരുന്നത്? 5 പേരും ഗുരുതരാവസ്ഥയായിരുന്നു, അതുകൊണ്ട് മരണപ്പെട്ടു. അല്ല, അത് മാത്രമല്ല, ഈ തീപിടുത്തത്തിനെ കുറിച്ച് വേണമെങ്കിൽ നമ്മൾ ആരും ചിന്തിക്കാത്ത രീതിയിൽ വേറൊരു വ്യാഖ്യാനം വരും. എന്താണ് ഈ തീപിടുത്തം ഉണ്ടായിട്ട് ആ പുക അങ്ങനത്തെ പുകയല്ലായിരുന്നു, ആ പുകയിൽ അങ്ങനെ വിഷാംശം ഉണ്ടായിരുന്നില്ല. രാഹുലെ, നമ്മൾ ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇനി തുഴയേണ്ടത്? എന്ത് രീതിയിലാണ് ഇപ്പൊ ഇതിനകത്ത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്. നമ്മളിപ്പോ നമുക്ക് പറയാൻ കഴിയില്ല ഒരു ആശുപത്രി തീ പിടിക്കുമോ ഇല്ലയോ എന്നൊന്നും. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അസ്വാഭാവികമായിട്ട് തീ പിടിച്ചു കഴിഞ്ഞ് 5 പേര് മരണപ്പെടുന്നു. ശരി, ആശുപത്രിക്ക് സമ്മതിക്കാം, ഇത് ഇവിടുത്തെ പോരായ്മ കൊണ്ടാണ്. അതവർ സമ്മതിക്കില്ല. ഇതിനകത്ത് ഇവിടെ ഏറ്റവും വലിയ കള്ളത്തരം നടക്കുന്നത് അത് ഒളിച്ചു വെച്ച് ആരും അറിയാതെ ആ മരണപ്പെട്ട പോയവർക്ക് കൊടുക്കേണ്ട നീതിയില്ലേ. ഇപ്പൊ ആശുപത്രിയിൽ വെച്ച് ആശുപത്രിയുടെ എന്തെങ്കിലും തെറ്റുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ കൃത്യമായിട്ട് സർക്കാർ അതിൽ ഇടപെടുകയും സർക്കാരിൽ നിന്ന് കിട്ടേണ്ട എന്തെങ്കിലും ധനസഹായം ഉണ്ടാവും. ഇത് സർക്കാർ കൊടുക്കുന്ന നീതിയാണ്. ഒരു ജീവന് മറുപടിയായിട്ട് പണം കൊടുത്തു കഴിഞ്ഞാലൊന്നും ഒരിക്കലും ആവില്ല. പക്ഷെ സർക്കാർ നിറവേറ്റേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. അത് സർക്കാർ അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട്, കാരണം തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന വേളയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ചർച്ചാ വിഷയമായി കഴിഞ്ഞാൽ സർക്കാരിന്റെ 5 വർഷത്തെ പോരായ്മ ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്പർ 1 ആശുപത്രി, നമ്പർ 1 ആരോഗ്യ മേഖല, 5 കൊല്ലമല്ല 10 കൊല്ലമായിട്ട് സർക്കാർ എണ്ണി ഓരോ PR കമ്പനികളെ കൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നമ്പർ 1 ആരോഗ്യ മേഖല. ആ നമ്പർ 1 തകരുമെന്ന പേടിയിലാണ് സർക്കാർ ഇത് മൂടി വെച്ചിട്ടുള്ളത്.